കട്ട് ആൻഡ് പേസ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെട്ടികുളങ്ങര ദേവി സന്നിധിയിലാണ്. നമ്മൾ മീനം ഭരണി കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ചെട്ടികുളങ്ങര ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ് മീനമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലുള്ള മീനം ഭരണി ഉത്സവം. കുംഭമാസത്തിലെ ഭരണി നാളിൽ നടത്തപ്പെടുന്ന മറ്റൊരു മഹാ ഉത്സവമാണ് കുംഭഭരണി മഹോത്സവം. കുംഭഭരണി മഹോത്സവത്തിനാണ് കുത്തിയോട്ട വഴിപാട് നടക്കാറ്. എല്ലാ കുത്തിയോട്ട വഴിപാടുകളും കുംഭഭരണി നാളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അതോടൊപ്പം 13 കരയിൽ നിന്നുള്ള എല്ലാ കെട്ടുകാഴ്ചകളും അണിനിരക്കുന്നതാണ് കുംഭഭരണി മഹോത്സവം. കുംഭഭരണി 13 കരക്കാരുടെയും നാട്ടുകാരുടെയും അഭിമാനമാണെങ്കിൽ മീനഭരണി എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ കൂട്ടായ്മയുടെയും അഭിമാനമാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും സ്വകാര്യ അഹങ്കാരമാണ് ഈ മീനഭരണി മഹോത്സവം എന്ന് പറയുന്നത്. അത്തരമൊരു അഭിമാനമായ, ഒരു നാടിൻ്റെ മുഴുവൻ അഭിമാനമായ ഓരോ വ്യക്തികളുടെയും സ്വകാര്യ അഹങ്കാരമായ ഒരു കെട്ടുകാഴ്ചയുടെ നേർക്കാഴ്ചയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് മാവേലിക്കര ചെട്ടികുളങ്ങര പ്രദേശത്തെ ഒരു ചെറിയ കൂട്ടായ്മയുടെ ഒരു കുതിരയാണ് വരുന്നത്. ഇതിന് കുതിരയെന്നാണ് പറയുക. മറ്റൊന്ന് തേരാണ്. തേരിന് കുറച്ച് ഉയരം കുറവായിരിക്കും, അതേപോലെ അല്പം വിസ്താരവും കൂടുതലുണ്ടായിരിക്കും. തേരും കുതിരയും കൂടാതെ ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നീ വേഷത്തിലുള്ള കെട്ടുകാഴ്ചകളും ഇതിനൊപ്പം അണിനിരക്കാറുണ്ട്. ഏകദേശം ഒരു 3 മണിക്ക് ശേഷമായിരിക്കും എല്ലാ കെട്ടുകാഴ്ചകളും അതാത് സ്ഥാനത്തു നിന്നും പുറപ്പെടാറ്. ഓരോ കെട്ടുകാഴ്ചയും പുറപ്പെടുന്നതിന് മുൻപ് കുതിരമൂട്ടിൽ കഞ്ഞി എന്ന ഒരു പ്രധാന വഴിപാട് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പുറപ്പെടാറ്. ആ പ്രദേശത്തുള്ള എല്ലാവർക്കും, അതേപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും കഞ്ഞിസദ്യ നടത്താറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പൂജയും മറ്റ് കാര്യങ്ങളോടുകൂടി, ചടങ്ങുകളോടുകൂടിയാണ് അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. ഒരു ചെറു പേനയുടെ വലുപ്പം മുതൽ ഒരു തെങ്ങിൻ്റെ ഉയരമുള്ള തേരും കുതിരകളും കെട്ടുകാഴ്ചകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പണ്ടുകാലത്ത് കുട്ടികളുടെ കെട്ടുകാഴ്ചയായിട്ടാണ് മീനഭരണിയെ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് കുട്ടികളും ഓരോ വ്യക്തികളും ഓരോ സംഘടനകളും കുടുംബ കൂട്ടായ്മകളും ഓരോ പ്രദേശത്തുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളും ഇപ്പോൾ കെട്ടുകാഴ്ചകളുമായി ക്ഷേത്രത്തിൽ എത്താറുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. നമുക്കത് കണ്ടു തീർക്കാനോ എണ്ണി തീർക്കാനോ കഴിയില്ല. അത്രയ്ക്കും നിബിഡമായ ഒരു കാഴ്ചയായിരിക്കും നമുക്ക് ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുക. ഈ പോകുന്നതൊരു തേരാണ്, കണ്ടില്ലേ? ഇതൊരു കുതിരയാണ്. രണ്ട് കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും, എങ്കിലും അതിൻ്റെ ഒരുക്കങ്ങളിലും അതിൻ്റെ അലങ്കാരങ്ങളിലും ഒക്കെ വളരെയധികം വ്യത്യസ്തതയുണ്ട്. ഇതാ നോക്കൂ, ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഓരോ ഭക്തരുടെയും കയ്യിൽ ചെറിയ ചെറിയ തേരും കുതിരകളും മറ്റ് കെട്ടുകാഴ്ചകളും ഉണ്ട്. ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാറ്. ഏതാണ്ട് 3 മണിക്ക് ശേഷം മാവേലിക്കരയുടെയും തൊട്ടടുത്ത പ്രദേശങ്ങളായ ഹരിപ്പാട്, കായംകുളം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചകൾ പുറപ്പെടും. രാത്രി 12 മണി വരെയും ഇങ്ങനെ കെട്ടുകാഴ്ചകൾ നിരവധി വന്നുകൊണ്ടേയിരിക്കും. താലപ്പൊലിയുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരിക്കും മിക്കവാറും എല്ലാ കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിലേക്ക് എത്തുക. അങ്ങനെ ഓരോ കെട്ടുകാഴ്ചയും എത്തുന്ന മുറയ്ക്കനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മാത്രമായിരിക്കും കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറക്കുക. കാഴ്ചക്കണ്ടം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് കിഴക്കുവശം കെട്ടുകാഴ്ചകളെല്ലാം അണിനിരക്കാനുള്ള ഒരു മൈതാനമുണ്ട്. മൈതാനം നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നവ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലും മറ്റു പരിസര പ്രദേശങ്ങളിലുമായിട്ട് അണിനിരക്കുകയാണ് പതിവ്. ഇപ്പോൾ 8 മണി ആയിട്ടേ ഉള്ളൂ. ഓരോ ഭാഗത്തു നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. എല്ലാ കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കുവാനുള്ള ഇടം പോലും കിട്ടുകയില്ല. അത്രയ്ക്കും തിരക്കായിരിക്കും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുക. മാവേലിക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളുടെ വരവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുംഭഭരണി മഹോത്സവത്തിനാണെങ്കിൽ 13 കരയിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളാണ് ഉണ്ടാവുക. എന്നാൽ മീനഭരണിക്ക് 1000-ലധികം കെട്ടുകാഴ്ചകൾ ഇവിടെ അണിനിരക്കുന്നതാണ്. നമുക്ക് കണ്ടു തീർക്കുവാനോ എണ്ണി തീർക്കുവാനോ സാധിക്കാത്ത വിധം ക്ഷേത്രത്തിൻ്റെ മൈതാനത്തും ക്ഷേത്രത്തിൻ്റെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലും കെട്ടുകാഴ്ചകൾ കൊണ്ട്
നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. കുംഭഭരണി ഓരോ ഭക്തരുടെയും കരക്കാരുടെയും അഭിമാനവും ആവേശവുമാണെങ്കിൽ, മീനഭരണി എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളുടെയും ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ കൂട്ടായ്മയുടെയും ആവേശവും അഭിമാനവുമാണ്. ഒപ്പം വീറും വാശിയും നൽകുന്ന ഒരു മത്സരമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. അതേപോലെ ക്ഷേത്ര ഭാരവാഹികൾ ഇതിൽ ഏറ്റവും നല്ല കെട്ടുകാഴ്ചയ്ക്കുള്ള സമ്മാനവും നൽകി വരുന്നതാണ്. ചെട്ടികുളങ്ങര അമ്മയുടെ ദിവ്യമായ ഈ സന്നിധിയിലെത്തി അവരുടെ ആവേശമായ, അവരുടെ അഭിമാനമായ ഈ കെട്ടുകാഴ്ച അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കുവാനായി വരിവരിയായി കാത്തു നിൽക്കുകയാണ്. കെട്ടുകാഴ്ചകൾ മുഴുവൻ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം ജനങ്ങളാവും ക്ഷേത്ര പരിസരത്തുണ്ടാവുക. അതുപോലെ കൺകുളിർക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ലഭ്യമാവുക. ഇതുവരയ്ക്കും എല്ലാ കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. എങ്കിൽ കൂടി നോക്കൂ, എത്രയധികം കെട്ടുകാഴ്ചകളാണ് നിരന്നിരിക്കുന്നത്. ഇനിയും എത്രയോ കെട്ടുകാഴ്ചകൾ എത്തിച്ചേരുവാനുണ്ട്. ഓരോ കെട്ടുകാഴ്ചയും വരുന്ന ക്രമം അനുസരിച്ച് ചെട്ടികുളങ്ങര അമ്മയുടെ നടയിൽ പോയി അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മാത്രമായിരിക്കും കാഴ്ചക്കണ്ടത്തിലേക്ക് കൊണ്ടുപോവുക. അത്തരമൊരു കെട്ടുകാഴ്ച ചെട്ടികുളങ്ങര അമ്മയുടെ തിരുനടയിൽ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മുറയനുസരിച്ച് കാഴ്ചക്കണ്ടത്തിലേക്ക് കൊണ്ടുപോകും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന കുംഭമാസത്തിൻ്റെയും മീനമാസത്തിൻ്റെയും ഒരു മാസത്തെ ഇടവേളയിലായിരിക്കും കുംഭഭരണി മഹോത്സവവും മീനഭരണി മഹോത്സവവും നടക്കാറ്. കുംഭഭരണിയുടെയും മീനഭരണിയുടെയും ഇടയിലുള്ള 13 ദിവസമായിരിക്കും ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കാറ്. കുംഭഭരണി മഹോത്സവം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തുടങ്ങുകയായി. 13 ദിവസത്തെ ഉത്സവമാണ് ഉണ്ടാവുക. ഓരോ ദിവസത്തെ ഉത്സവവും ഓരോ കരക്കാരാണ് നടത്തി വരാറ്. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നോക്കൂ, എത്ര നയന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത്. അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഒരു കെട്ടുകാഴ്ച കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറക്കുന്ന മനോഹരമായൊരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സത്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരമൊരു മനോഹര കാഴ്ച കാണുവാൻ സാധിച്ചില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കുമെന്ന് ഓർത്ത് നോക്കൂ. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും ഈ കെട്ടുകാഴ്ച മഹോത്സവം വന്ന് കാണേണ്ടത് തന്നെയാണ്. സത്യത്തിൽ നേരം വെളുക്കുവോളം നമ്മളിത് മുഴുവൻ കണ്ടാലും നമുക്കിത് എണ്ണിത്തീർക്കുവാനോ കണ്ടു തീർക്കുവാനോ സാധിക്കുകയില്ല. അത്രയ്ക്കും കാണുവാനുള്ള ആഗ്രഹം
ബാക്കി വെച്ചായിരിക്കും നമ്മൾ ഇവിടെ നിന്നും തിരികെ പോവുക. മുഴുവൻ കണ്ടു തീർക്കുവാൻ കഴിയാത്ത അത്രയധികം കെട്ടുകാഴ്ചകളാണ് ഇവിടെ അണിനിരന്നിട്ടുണ്ടാവുക. ഓരോ കെട്ടുകാഴ്ചയുടെ ചുവട്ടിൽ അതാത് കെട്ടുകാഴ്ചയുടെ കൂട്ടായ്മ നേരം വെളുക്കുവോളം അമ്മയെ പ്രാർത്ഥിച്ച് വിളക്കുമൊക്കെ കത്തിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനായി കാത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ എത്ര നടന്നാലും കണ്ടു കൊതി തീരില്ല, അത്രയ്ക്കും മനോഹരമാണ് ഈ കാഴ്ചകളെല്ലാം തന്നെ. വീണ്ടും വീണ്ടും നമുക്കങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. വളരെ ചെറിയ കുട്ടികളടക്കം വളരെ ഭക്തിയോടെ ഈ കെട്ടുകാഴ്ചയുടെ ചുവട്ടിൽ കഴിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സത്യത്തിൽ അത്ഭുതമാണ്. എത്ര ഭക്തിയോടെയാണ് കുട്ടികൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനായി നേരം വെളുക്കുമോളം ഉറക്കളച്ച് കാത്തിരിക്കുന്നത്. നോക്കൂ, കെട്ടുകാഴ്ച കാണുവാൻ വരുന്നവർക്ക് ഭക്തിയോടെ നേർച്ച സമർപ്പിക്കാനുള്ള അവസരവും ഓരോ കെട്ടുകാഴ്ചക്കാരും ഒരുക്കിയിട്ടുണ്ട്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെയും മീനഭരണി ഉത്സവത്തിൻ്റെയും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ചടങ്ങുകളും വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ കെട്ടുകാഴ്ചകളെല്ലാം തന്നെ തിരിച്ച് അവരവരുടെ പ്രദേശത്തേക്ക് പോവുക. മീനഭരണി മഹോത്സവത്തിൻ്റെ അന്നേ ദിവസം പകൽ മുഴുവൻ ചെട്ടികുളങ്ങര ക്ഷേത്രനട അടഞ്ഞു കിടക്കും. കാരണം ചെട്ടികുളങ്ങര അമ്മയുടെ അമ്മയായ കൊടുങ്ങല്ലൂരമ്മയെ കാണുവാനായി അമ്മ അവിടേക്ക് പുറപ്പെട്ടു എന്നതാണ് ഐതിഹ്യവും വിശ്വാസവും. അതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി അമ്മ ചെട്ടികുളങ്ങരയിൽ തിരിച്ചെത്തുമെന്നാണ് ഐതിഹ്യവും വിശ്വാസവും. അങ്ങനെ ചെട്ടികുളങ്ങര അമ്മ കൊടുങ്ങല്ലൂരമ്മയെ സന്ദർശിച്ച ശേഷം തിരിച്ച് ചെട്ടികുളങ്ങരയിൽ അർദ്ധരാത്രിയോടുകൂടി തിരിച്ചെത്തും. തിരിച്ചെത്തിയതിനു ശേഷം 2 പ്രധാനപ്പെട്ട ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും എല്ലാ കെട്ടുകാഴ്ചകളും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുക. കോളവിളക്ക് ആപ്പിണ്ടി എഴുന്നള്ളത്ത് എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 4 കരക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചടങ്ങുകൾ നടത്താറ്. തെക്കേ നടയിലും വടക്കേ നടയിലുമായിട്ടാണ് ഈ 2 പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടത്താറ്. ഇതിനായി തെക്കേ നടയിലെ ആപ്പിണ്ടി കോളവിളക്ക് എഴുന്നള്ളിപ്പിന് ഈരേഴ് തെക്ക് കരയും കൈത തെക്ക് കരയും സംയുക്തമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് നടത്താറ്. വടക്കേ നടയിലെ പോളവിളക്ക് ആപ്പിണ്ടി എഴുന്നള്ളത്ത് നടത്തുക ഈരേഴ് വടക്കും കൈത വടക്കും കരക്കാർ ചേർന്നിട്ടാണ്. ഇത്തരമൊരു പ്രധാനപ്പെട്ട ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അമ്മ നേരെ പോവുക കാഴ്ചക്കണ്ടത്തിലും അതുപോലെ ക്ഷേത്രാങ്കണങ്ങളിലും നിരത്തിയിട്ടുള്ള കെട്ടുകാഴ്ചകളുടെ മുൻപിലേക്കാണ്. കെട്ടുകാഴ്ചകളിലെ ഓരോ കെട്ടുകാഴ്ചകളും ചെറുതും വലുതുമായ ഓരോ കെട്ടുകാഴ്ചകളുടെ മുൻപിൽ വന്ന് അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും. ഓരോ കെട്ടുകാഴ്ചകളുടെ അംഗങ്ങളെയും ആ കെട്ടുകാഴ്ചയും അനുഗ്രഹിച്ചതിന് ശേഷം വെളുപ്പിന് 6 മണിയോടുകൂടി അമ്മ തിരിച്ച് കൊടുങ്ങല്ലൂർക്ക് പോകും എന്നാണ് ഐതിഹ്യം. അങ്ങനെ ചെട്ടികുളങ്ങര അമ്മ തിരിച്ച് കൊടുങ്ങല്ലൂർക്ക് പോയതിന് ശേഷം എല്ലാ തേരും കുതിരകളും കെട്ടുകാഴ്ചകളും പതിയെ ക്ഷേത്രത്തിൽ നിന്നും തിരികെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി തുടങ്ങും. അതുവരെയും രാത്രി നേരം പുലരുവോളം എല്ലാ കെട്ടുകാഴ്ചയ്ക്കൊപ്പമുള്ള ഭക്തജനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിനും കെട്ടുകാഴ്ച കാണുവാൻ വന്നിട്ടുള്ള ഭക്തജനങ്ങളും അവിടെ തന്നെ ഉണ്ടാകും. തെക്കേ നടയിലും വടക്കേ നടയിലുമുള്ള ചടങ്ങിന് ശേഷം അമ്മ എഴുന്നള്ളിച്ച് ഓരോ കെട്ടുകാഴ്ചയുടെ മുൻപിലെത്തി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായി അവർ ഉറക്കമുളച്ച് അതുവരെയും കാത്തിരിക്കുമെന്നുള്ളതാണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ. ഇതാണ് മീനഭരണി മഹോത്സവത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അതോടൊപ്പം ക്ഷേത്ര ഭരണസമിതി ഏറ്റവും നല്ല കെട്ടുകാഴ്ചയ്ക്കുള്ള സമ്മാനവും നൽകി വരുന്നു. ചെട്ടികുളങ്ങര മീനഭരണി മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മനോഹര വിശേഷമായി എത്തും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.